എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. നിരവധിയായിട്ടുള്ള കുട്ടികളും രക്ഷിതാക്കളും ഫോണിലൂടെയും വാട്സപ്പിലൂടെയും കമൻറ്റിലൂടെയൊക്കെ ചോദിച്ചിട്ടുള്ള സംശയം, കുറേ ദിവസങ്ങളായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന കൺഫർമേഷൻ എപ്പോഴാണ് കൊടുക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട സർക്കുലറാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ കൺഫർമേഷൻ നിങ്ങളുടെ പ്രവേശനത്തിലെ തന്നെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഇത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നിട്ട് കൺഫർമേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള വീഡിയോ ഇതിനകം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്ന ഓപ്ഷനുകൾ എങ്ങനെ നൽകാം, അല്ലെങ്കിൽ ഓപ്ഷൻ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് കോളേജുകളും ഓപ്ഷൻ തിരഞ്ഞെടുക്കേണ്ടത്, അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ ചർച്ച ചെയ്തതാണ്. അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് വന്നതിന് ശേഷം 25-ാം തീയതി 11 മണി വരെ ആയിരുന്നു നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിന്റെ ഫീസ് അടക്കാനുള്ള സമയം. അതിന്റെ ഫീസ് അടച്ചതിന് ശേഷം എന്താണ് സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യങ്ങളാണ് കുറേ ദിവസങ്ങളായി, ആശങ്കകളാണ് കുട്ടികളും രക്ഷിതാക്കളും പങ്കുവച്ചത്. അതിനൊരു പരിസമാപ്തി വന്നിരിക്കുകയാണ്. കാരണം അതിൻ്റെ കൺഫർമേഷനുമായി ബന്ധപ്പെട്ട സെക്കൻഡ് അലോട്ട്മെന്റിന്റെ കാര്യങ്ങൾ, പ്രൊസീജിയർ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ സർക്കുലറിനകത്ത് എന്തൊക്കെയാണ് പറയുന്നത്, തെറ്റുകൂടാതെ എങ്ങനെയാണ് കൺഫർമേഷനും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെയോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിലൂടെയോ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ട് എന്തൊക്കെയാണ് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനകത്ത് നൽകേണ്ടത്, ഒപ്പം തന്നെ ആർക്കിടെക്ചർ കോഴ്സിനകത്ത് പ്രവേശനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചും ഇതിനകത്ത് ഈ സർക്കുലറിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആർക്കിടെക്ചറിന്റെ ഒന്നാമത്തെ അലോട്ട്മെന്റിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനാണ് ഇപ്പോൾ നിങ്ങൾ നൽകേണ്ടത്. അപ്പോൾ അതിന്റെ ഓപ്ഷൻ രജിസ്ട്രേഷനും ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള, അതിന്റെ ഏതൊക്കെ കോളേജുകളാണ്, ഏതൊക്കെ കോഴ്സുകളാണ് എന്നതൊക്കെ ഈ സർക്കുലറിന്റെ ഭാഗമായിട്ടുണ്ട്. നിങ്ങൾക്ക് CEE.kerala.gov.in എന്ന സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ സർക്കുലർ കാണാം. ഒപ്പം തന്നെ നിങ്ങൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് കടക്കുമ്പോൾ കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, കൺഫർമേഷൻ കൊടുക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കില്ല. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് ഈ പ്രവേശനത്തിന്റെ കൺഫർമേഷൻ എങ്ങനെ കൊടുക്കാം. അത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ നേരത്തെ കുട്ടികൾ പലപ്പോഴും വരുന്ന പ്രധാനപ്പെട്ട മിസ്റ്റേക്കാണ്. ഇത് കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ലഭിച്ച കോളേജുകൾ വെച്ചിട്ട് നിങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഒന്നുകൂടി സൈറ്റ് ഞാൻ പറയുന്നു, CEE.kerala.gov.in എന്നുള്ള സൈറ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിനകത്തേക്ക് കയറാം. കാൻഡിഡേറ്റ് ലോഗിനിലൂടെ നിങ്ങളുടെ പേജിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾറെഡി ഫീസ് അടച്ചിട്ടുള്ള കുട്ടികൾ, ഫസ്റ്റ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും കോളേജുകൾ കിട്ടി ഫീസ് അടച്ചിട്ടുള്ള കുട്ടികൾ, ഒപ്പം തന്നെ നേരത്തെ പ്രവേശനം ലഭിക്കാത്ത ഒന്നാമത്തെ അലോട്ട്മെന്റിൽ പ്രവേശനം ഏത് കോളേജിലും ലഭിക്കാത്ത കുട്ടികൾ, ഇവരൊക്കെ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ കൺഫേം എന്ന് പറയുന്ന ഒരു ബട്ടൺ ലെഫ്റ്റ് സൈഡ് ആയിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണും. അപ്പോൾ കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ കൊടുത്തിട്ടുള്ള ഓപ്ഷനുകൾ നിങ്ങൾക്ക് ലഭിച്ച ഫസ്റ്റ് അലോട്ട്മെന്റിൽ ലഭിച്ച കുട്ടികളെ സംബന്ധിച്ച് ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ, ഇപ്പൊ 10ാമത്തെ ഓപ്ഷനാണ് ഒരു കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് വിചാരിക്കാം. ആ 10ാമത്തെ ഓപ്ഷൻ ലഭിച്ച ഒരു കുട്ടിക്ക് ആദ്യത്തെ 9 ഓപ്ഷനും ഈ 10ാമത്തെ ഓപ്ഷൻ അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും. തൊട്ട് മുൻപുള്ള ഒന്നാമത്തെ ഓപ്ഷൻ 9 ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. നിങ്ങൾക്ക് ഇപ്പൊ ലഭിച്ച കോളേജുകൾ മതി. ഇപ്പൊ ഒരു കുട്ടിക്ക് 3ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുള്ളത്, പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട് നമുക്കത് മതി, ആ 3ാമത്തെ ഓപ്ഷനാണ് നമുക്ക് ഇപ്പൊ വേണ്ടത് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ 2 ഓപ്ഷൻ റദ്ദ് ചെയ്യണം. അത് നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് പ്രവേശനം ഇപ്പൊ ലഭിച്ച കോളേജിനകത്ത് ലഭിക്കും. ഇനി മറ്റ് 2 കോളേജുകളുടെ ഒന്ന് മാത്രം നിലനിർത്താൻ മതിയെങ്കിൽ ആ ഒന്ന് മാത്രം നിലനിർത്തിക്കൊണ്ട് മറ്റൊരു ഡിലീറ്റ് ചെയ്യാം. ഇനി അതിന്റെ അറേഞ്ച്മെന്റ് മാറ്റണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് രണ്ടാമത്തത് ഒന്നാമതായിട്ടോ ഒന്നാമത് രണ്ടാമതായിട്ടൊക്കെ നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് ഒക്കെ നമുക്ക് പുതുതായിട്ട് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അനുവദിച്ച ചില കോഴ്സുകളും കോളേജുകളും ഉണ്ട്, അത് മാത്രം കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കുമെന്ന സർക്കുലർ പറയുന്നുണ്ട്. എന്നാലും നേരത്തെ ഉള്ള കോളേജുകളിനകത്ത് നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യം കൂടി ഓർമ്മിക്കുക.
അപ്പോൾ 2 ആളുകളാണ് ഈ അലോട്ട്മെന്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, ആദ്യ അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് അടച്ചവർ. രണ്ടാമത്, ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്തവർ. ഇവർ 2 പേരും ഈ സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് പോകേണ്ടതുണ്ട് എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക. എത്രാം തീയതി വരെയാണ് നമുക്ക് ഈ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും? കൺഫർമേഷന് ശേഷമാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ലിസ്റ്റ് വരിക. അത് ഞാൻ അതിന് ശേഷം പറയാം. അപ്പോൾ 28-ാം തീയതി ഈ നമുക്ക് രാത്രി 11:59 വരെ എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിക്ക് മുമ്പായിട്ട് നമുക്ക് കൺഫർമേഷൻ കൊടുത്തിരിക്കണം. അവരെ മാത്രമേ സെക്കൻഡ് അലോട്ട്മെന്റിൽ പരിഗണിക്കുകയുള്ളൂ. അപ്പൊ നേരത്തെ കുട്ടികൾ ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മൾ കൺഫർമേഷൻ ഇപ്പോൾ കൊടുക്കുന്നില്ല, എന്താണ് സംഭവിക്കുക? ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഫീസ് അടച്ച് ലഭിച്ചിട്ടുള്ള ഫീസ് അടച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള കോഴ്സ് അവിടെ കിട്ടും. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഒക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാൻസൽ ആവും എന്നുള്ളതാണ് ഓർമ്മിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച ഫീസ് അടച്ചത് നിങ്ങൾ ആ സീറ്റ് നിങ്ങൾ കൺഫേം ആണ്, അത് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. കൺഫർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി പക്ഷേ ഇതുവരെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കോളേജ് ലഭിക്കാത്ത കുട്ടികൾക്കാണെങ്കിലോ നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ പരിഗണിക്കില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളും കൃത്യമായിട്ട് ഓർമ്മിക്കണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. അപ്പോൾ ഓപ്ഷൻ കൺഫർമേഷൻ കൊടുക്കാത്ത കുട്ടികളെ 2ാം അലോട്ട്മെന്റിൽ പരിഗണിക്കുന്നതല്ല എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഓർമ്മിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് അതേപോലെ ആർക്കിടെക്ചറിന്റെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനുകൾ നിങ്ങൾക്ക് നൽകാവുന്നതാണ് എന്ന കാര്യവും പ്രത്യേകം നിങ്ങൾക്ക് ഓർമ്മിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം നോക്കുക. അപ്പോൾ ഇത് ഇത്രയും പറഞ്ഞ് നിരവധിയായിട്ടുള്ള വീഡിയോ ചെയ്തു, നിരവധിയായിട്ടുള്ള ഇത് ഈ പിന്നെ എൻ്റെ വീഡിയോ മാത്രമല്ല, നിരവധിയായിട്ട് ഞാൻ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റുള്ള പ്ലാറ്റ്ഫോമുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വീഡിയോകളും ഇതൊക്കെ ആളുകൾ ചെയ്തിട്ട് പോലും ഇന്നലെ ഈ 25-ാം തീയതി 11 മണിക്ക് ശേഷം കുട്ടികൾ വിളിച്ചിട്ടുണ്ട്, നമ്മൾ ഫീസ് അടക്കാൻ മറന്നുപോയി, ഇനി എന്ത് ചെയ്യും എന്ന് ചോദിച്ച് വിളിച്ചിട്ടുണ്ട്. 3-4 ദിവസം നമുക്ക് ഫീസ് അടക്കാൻ വേണ്ടി ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കതാണ് അപേക്ഷ കൊടുത്തത് കൊണ്ട് മാത്രമായില്ല, അതിന്റെ നിരന്തരമായിട്ടുള്ള ഫോളോ അപ്പ് കുട്ടികളും രക്ഷിതാക്കളും ചെയ്യേണ്ടത് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് ഇതിന്റെ ഒരു പ്രാധാന്യം പറയുന്നത്. ഇനി ഇത് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ 29-ാം തീയതി, ഞാൻ പറഞ്ഞു 28-ാം തീയതി രാത്രി 12 മണിക്ക് മുന്നേ 11:59 എന്നാണ് അതിന് സമയം കൊടുത്തിട്ടുള്ളത്. 12 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ ഓപ്ഷനുകൾ കൺഫേം ചെയ്തിട്ട് കഴിഞ്ഞാൽ 29-ാം തീയതി അതിന്റെ ട്രയൽ ലിസ്റ്റ് വരും. സെക്കൻഡ് അലോട്ട്മെന്റ് ട്രയൽ ലിസ്റ്റ് ആണ്. അതിനുശേഷം 30-ാം തീയതി ട്രയൽ അലോട്ട്മെന്റിന് ശേഷം 30-ാം തീയതി അതിന്റെ ഫൈനൽ അലോട്ട്മെന്റ് സ്ലിപ്പ്, സെക്കൻഡ് അലോട്ട്മെന്റ് ഫൈനൽ അലോട്ട്മെന്റ് വരും. 31-ാം തീയതി മുതൽ ഓഗസ്റ്റ് 4 വരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 4 വൈകുന്നേരം 3 മണി വരെ നിങ്ങൾക്ക് ഈ സെക്കൻഡ് അലോട്ട്മെന്റ് മെമ്മോവുമായിട്ട് കോളേജിൽ ചേരാൻ. നിങ്ങൾക്ക് എവിടെയാണ് ലഭിച്ചിട്ടുള്ളത് ആ കോളേജിൽ നിങ്ങൾ നേരിട്ട് പോയി പ്രവേശനം എടുക്കണം. അതിന്റെ കോളേജിന്റെ വെബ്സൈറ്റിനകത്ത് അതിന്റെ ഫീസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. കോളേജിൽ അടക്കേണ്ട ഫീസിനെ സംബന്ധിച്ച് അതൊക്കെ നിങ്ങൾ തയ്യാറാക്കി കോളേജിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണമെന്നുള്ളത് മറ്റൊരു വീഡിയോയിലൂടെ നമ്മൾ അതിന് മുമ്പായിട്ട് ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ട് ആ ഡോക്യുമെന്റുകൾ കൂടി നിങ്ങൾ തയ്യാറാക്കി വെച്ച് കോളേജിൽ 31 മുതൽ ഒന്നുകൂടി ഡേറ്റ് ഓർമ്മിക്കുക 4-ാം തീയതി വരെയുള്ള സമയത്ത് നേരിട്ട് പ്രവേശനം നേടണം എന്നുള്ളതാണ്. ആദ്യ അലോട്ട്മെന്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ കുട്ടികൾ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കൺഫർമേഷൻ നിങ്ങൾക്ക് കൊടുക്കാം. നിങ്ങളെ കൺഫേം എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് കൺഫേം ചെയ്ത് വിട്ടാൽ മതി. നിങ്ങൾക്ക് അതിന്റെ ഇനി ഈ കൺഫേം ചെയ്ത കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് പരിശോധിക്കാൻ വേണ്ടി പറ്റുക? എൻ്റെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ആയോ അല്ലെങ്കിൽ റീഅറേഞ്ച് ചെയ്തു, നിങ്ങൾ പ്രിന്റ് ഓപ്ഷൻ കൊടുക്കുക. അതിന്റെ ഈ കൺഫേം ചെയ്ത് നിങ്ങളുടെ ഓപ്ഷൻ പേജിലെത്തി ഓപ്ഷൻ പേജിൽ നിന്ന് നിങ്ങൾ ഡിലീറ്റോ അല്ലെങ്കിൽ റീഅറേഞ്ച്മെന്റോ ചെയ്തു, എന്നിട്ട് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അങ്ങനെയാണെങ്കിൽ കൂടി കൺഫേം കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രിന്റ് ഔട്ടിന്റെ ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ, പ്രിന്റിംഗ് ഫോർമാറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ വേണ്ടി കഴിയും കൃത്യമായിട്ട് നിങ്ങളുടെ ഇപ്പോൾ റീഅറേഞ്ച് ചെയ്ത അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പൊസിഷൻ എന്താണെന്ന് കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ കുട്ടികൾക്ക് അത് ഉറപ്പിക്കുകയും ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോ. അതുകൊണ്ട് ഈ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് ഫീസ് അടച്ച കുട്ടികളിലേക്ക് പരമാവധി ഈ വീഡിയോ എത്തിക്കുക. അവർക്ക് ഗുണപ്രദമായ രീതിയിലേക്കാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ തുടർച്ചയായിട്ട് ഇതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസും ഒക്കെ ലഭിക്കും. അതുകൊണ്ട് ഇതിനനുസരിച്ച് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങളെ പരിഗണിക്കണമെങ്കിൽ ഇതിന്റെ കൺഫർമേഷൻ കൃത്യമായി ചെയ്യണമെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി.